നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പരമ ഉദ്ദേശം എന്താ? നമ്മൾ മൂർച്ച ഉള്ളവരായി ഉപയോഗിക്കപ്പെടണം. അതിന് എവിടെ മൂർച്ച കൂട്ടുന്ന സ്ഥലമാണ്? കൂട്ടായ്മ, പ്രാർത്ഥന. ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? ആരാധന. ഇതെല്ലാം സംഭവിക്കുന്നത് എന്താ? മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. പരസ്പരം എന്താ ചെയ്യണം? നന്മയായി തീരണം. നിന്റെ വീക്ക്നെസ്സസിനെ സ്ട്രോങ് ആക്കണം. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പറയുന്നത്, ലെറ്റ് ദ വീക്ക് സേസ് സ്ട്രോങ്, ലെറ്റ് ദ പുവർ സേസ് ഐ എം റിച്ച്. ഏതല്ല? കർത്താവിൽ. നമുക്ക് 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാം. അതെല്ലാം വായിച്ചിട്ട് വി ഡോണ്ട് ഹാവ് എ ടൈം ടു റീഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്, ബട്ട് വിൽ ബിറ്റ്സ് ആൻഡ് പീസസ് വിൽ തിങ്ക് അബൌട്ട് certain വേഴ്സസ് ഫ്രം certain വേഴ്സസ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സർവ്വലോകത്തിലും അവരുടെ വിശ്വാസം എന്ത് ചെയ്തു? എത്തപ്പെട്ടു. അങ്ങനെ പൗലോസിൻ്റെ ചെവിയിലും എത്തപ്പെട്ടു. പൗലോസ് ആ സഭയിലുള്ള 2 വ്യക്തികളുമായിട്ട് ജീവിച്ചു, സുവിശേഷം പറഞ്ഞു, പ്രിസ്കില്ലയും അഖീലായും. അപ്പം തനിക്കൊരാഗ്രഹം ആ സഭയിലേക്ക് പോകണം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2-3 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അവരുടെ വിശ്വാസത്തെ ഓർത്തുകൊണ്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അത് നല്ലൊരു ഗുണമാണ്. എന്തൊക്കെയായിരിക്കും സാധാരണ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഹല്ലേലൂയ, അവർക്ക് കൊടുത്ത വിശ്വാസത്തിനായിട്ട് സ്തോത്രം, അവർക്ക് കൊടുത്ത നന്മയ്ക്കായിട്ട് സ്തോത്രം. Hallelujah. God, thank you for the blessings that you have given to them. Thank you for everything, every opportunity, every blessings that you have poured out to him, to that church. അതിനെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എന്ത് താങ്ക്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ പൗലോസ് എന്ത് പ്രാർത്ഥിച്ചു കാണുമെന്നറിയാമോ? പൗലോസ് ആ വിശ്വാസത്തിൽ, ലോർഡ് മേക്ക് ദം സ്റ്റാൻഡ് ഫേം ഇൻ ദ ഫെയ്ത്ത് that they had, hallelujah, that they had started. അവരാരംഭിച്ച ആ വിശ്വാസ ജീവിതം അതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടും കൂടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ സഭയിൽ നമുക്ക് അന്യോന്യം മറ്റുള്ളവരെ നന്മ കാണുമ്പോൾ സന്തോഷിക്കണം. രണ്ടാമത്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തം അതിൽ നിലനിൽക്കാൻ, കർത്താവെ, ആ നന്മയിൽ വീണു പോകാതെ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ വിശ്വാസം, ആ പ്രാർത്ഥനാ ജീവിതം, ആ ആത്മീക ജീവിതം നിലനിൽക്കാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ പൗലോസിൻ്റെ ആ ഒരു നല്ല ക്യാരക്ടർ നമ്മൾ സഭയായിട്ട് ഉൾക്കൊള്ളുന്നതും നല്ലതാണ്. അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രാർത്ഥനയിലുടനീളം പൗലോസിൻ്റെ സ്വഭാവത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പക്ഷേ അവിടുന്ന് തുടങ്ങാതെ 12-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. 12-ാമത്തെ വാക്യം, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോട് കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അപ്പം പോൾസിൻ്റെ മെയിൻ മോട്ടീവ്, മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അവരെ കാണണം, ടു സീ ദം, അല്ലേ, ടു ഹാവ് എ ഫെലോഷിപ്പ് വിത്ത് ദം. അതാണ് പൗലോസിൻ്റെ ഏറ്റവും ആഗ്രഹം. അപ്പം പൗലോസ് പറയുക, ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിലെ മറ്റൊരു ചേതവികാരം, അത് മാത്രമായിരിക്കരുത് ഒരു ഘടകം. വൺ ഓഫ് ദ ഫാക്ടർ ദാറ്റ് ഐ വാസ് പ്രേയിങ് ഫോർ യു, ടു വാണ്ട് ടു സീ യു, അല്ലേ, നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2, നിങ്ങളോട് ഒരുമിച്ചുള്ള ഫെലോഷിപ്പ്, നിങ്ങളോട് ഒത്തൊരുമിച്ചുള്ള ഫെലോഷിപ്പ്. ആ ഫെലോഷിപ്പിൻ്റെ പിന്നിൽ തനിക്കുള്ള ഉദ്ദേശത്തെ പറയുകയാണ്. എന്താണ്? നിങ്ങളോട് കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് എൻ്റെ കൂട്ടായ്മ കൊണ്ട്, എൻ്റെ സാന്നിധ്യം കൊണ്ട് അവർക്കും സന്തോഷം, അവരോടൊപ്പമുള്ള ഫെലോഷിപ്പിൽ എനിക്കും എന്ത് കിട്ടണം? ആശ്വാസം കിട്ടണം. ഒന്ന് പറഞ്ഞേ, നമ്മൾ തമ്മിൽ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അന്യോന്യം ആശ്വാസം ലഭിക്കാനാണ്, അന്യോന്യം എൻകറേജ് ചെയ്യാനാണ്. ഇന്ന് നമ്മൾ കേട്ടതുപോലെ നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആകെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട്, ആകെ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൈ അനങ്ങാതെ ദൈവസന്നിധിയിലായിരിക്കുന്നതെന്നുള്ള ബോധ്യം വരാതെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെയും കൂടെ ക്ഷീണിപ്പിക്കുക. പടയിൽ ചേർന്ന് കഴിഞ്ഞാൽ വചനത്തിൽ ഇങ്ങനെ ഉണ്ട്, പടയിൽ ചേർത്തവനെ എന്ത് ചെയ്യണം? പ്രസാദിപ്പിക്കണം. അല്ലല്ല, അവൻ എന്ത് കാര്യത്തിൽ മുഴുങ്ങത്തില്ല. അവൻ്റെ ഉപജീവന മാർഗത്തിൽ, അവൻ്റെ ജീവന മാർഗത്തിൽ അവൻ എന്ത് ചെയ്യത്തില്ല? മുഴുകാതെ തൻ്റെ പടയിൽ ചേർത്ത ദൈവത്തെ പ്രസാദിപ്പിക്കണം. അപ്പം നമ്മൾ പലപ്പോഴും വീണു പോകാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിനെ, സെൽഫ് മോട്ടീവിനെ, സെൽഫ് ഡിസയറിനെ നമ്മൾ അറ്റയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവും, പലപ്പോഴും പരാജിതരായിത്തീരും. അല്ലെങ്കിൽ ആ പരാജയം സംഭവിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രസ്ഡ് ആയി പോകും. എന്നാൽ കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിൻ ഓർ ലോസ് നമുക്കതൊരു ബാധകമല്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ, നമ്മുടെ
കണ്ടന്റ്മെൻറ്റിനെ ഒരിക്കലും അതെന്ത് ചെയ്യത്തില്ല, അഫക്റ്റ് ചെയ്യത്തില്ല. ഈ വേരിയേഷൻ ഉണ്ടാകുന്നത് കാരണം എന്താ? ദൈവത്തിൽ നിന്നകന്ന് നമ്മുടെ താല്പര്യമനുസരിച്ച് നമ്മൾ ഓടാൻ പോകുമ്പോഴാണ്. അപ്പോൾ പൗലോസ് പറയുന്നത്, എൻ്റെ കൂട്ടായ്മയിൽ നിങ്ങൾക്കും നിങ്ങളോടൊപ്പമുള്ള കൂട്ടായ്മയിൽ എനിക്കും എന്ത് കിട്ടണം? ആശ്വാസം. അപ്പം നമ്മളൊന്ന് വിലയിരുത്തിയേ, നമ്മൾ എത്ര പ്രാവശ്യം, എത്ര ഞായറാഴ്ച, നമ്മൾ എത്ര കൂട്ടായ്മ കൂടി. ഞാൻ എൻ്റെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നു കൊണ്ട് ഒരാളെയെങ്കിലും ഉത്തേജിപ്പിക്കുവാൻ പറ്റിയിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട്, കോൺവെർസേഷൻ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് അടുത്തിരിക്കുന്ന ഒരാളെയെങ്കിലും ഒന്ന് ചിന്തിച്ചേ. നമ്മളിത് ചിന്തിക്കേണ്ട. ഈ ബൈബിൾ സ്റ്റഡി പഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, വരും ദിവസങ്ങളിൽ എൻ്റെ പാട്ട് കൊണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ ഫെലോഷിപ്പ് കൊണ്ട്, എൻ്റെ ചെയിൻ പ്രെയർ കൊണ്ട്, എൻ്റെ പ്രെയർ സെൽ മീറ്റിംഗ് കൊണ്ട്, എൻ്റെ കയ്യടി കൊണ്ട്, എൻ്റെ ഷെയ്ക്ക് ഹാൻഡ് കൊണ്ട് അടുത്തിരിക്കുന്ന ഒരാൾക്ക് ആശ്വാസമുണ്ടാകണം. ഞാൻ വന്നിരിക്കുന്നത് കൊണ്ട് അടുത്തുള്ളവർക്കും എന്തുണ്ടാകണം? പ്രയോജനമുള്ളവരായി തീരണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് ഉൾപ്പെടുത്തണം? പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ പൗലോസ് എന്ത് ഉൾപ്പെടുത്തി? ഈ ആഗ്രഹം പറയുമ്പോൾ പൗലോസ് എന്ത് ഉൾപ്പെടുത്തി കാണും? കർത്താവേ, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് നല്ല ശുശ്രൂഷ തരണമേ. ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താകണമേ. ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ വചനത്തിൻ്റെ ശക്തി വാതിലുകൾ എനിക്ക് തുറക്കണമേ എന്ന് മാത്രമല്ല താൻ പ്രാർത്ഥിച്ചത്. കർത്താവേ, ഞാൻ പ്രസംഗിക്കുന്നത് മൂലം അല്ലെങ്കിൽ കേൾവിക്കാരുടെ ഹൃദയത്തിൽ ആശ്വാസമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് ഈ യോഗത്തിന് വേണ്ടിയിട്ട്, ഈ കർത്താവ്, ഞാൻ അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അവിടെ പോയിരുന്ന് ആരാധിക്കുമ്പോൾ, ഞാൻ അവിടെ പോയിരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ, വചനം പറയുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു വരുന്നവരെത്ര പേരുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ അല്ല എങ്കിൽ ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ പ്രബോധിപ്പിക്കുക. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കഴിയും. നമ്മൾ സെൽഫ് എക്സാമിൻ ചെയ്യണം. നമ്മൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ സഭായോഗത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടി? നമ്മൾ എന്ത് ഇൻപുട്ടാണ് നമ്മൾ കൊടുത്തത്? നമ്മൾ നല്ലതാണ്. ഐ അപ്രീഷിയേറ്റ് എവറി വൺ, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ്, ദ മെമ്പേഴ്സ് ഓഫ് ദ എവറി ഡിപ്പാർട്ട്മെൻറ്റ്. അവർ ചെയ്യുന്ന പ്രാക്ടീസ്, അല്ലെങ്കിൽ 4-5 വർഷമായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട്, റിഗറസ് ആയിട്ട്, അല്ലെങ്കിൽ 12 മണി 1 മണി വരെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തിനു വേണ്ടി? അത് നല്ലതാക്കാൻ. ബട്ട് എല്ലാത്തിലും ഉപരി നിങ്ങൾ ചിന്തിക്കേണ്ടത്, കർത്താവെ, ഞാൻ ഈ പാടുമ്പോൾ, ആത്മനിറവിൽ പാടുമ്പോൾ, കർത്താവെ, എനിക്ക് മാത്രമല്ല, എൻ്റെ വോക്കൽ ട്രെയിനിങ് മാത്രമല്ല, എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടല്ല, മറിച്ച് കേൾക്കുന്ന ഈ ജനത്തിന് ഒരു ആശ്വാസമായി തീരണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവെ, വരും ദിവസങ്ങളിൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരാൻ കർത്താവേ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന, അതായിരിക്കട്ടെ നമ്മുടെ വാഞ്ച, അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന വരികൾ. അങ്ങനെയെങ്കിൽ നമ്മൾ പോയിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളും അത് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഒന്ന് തൊട്ടാൽ മതി, ഒരു വാക്ക് ഹല്ലേലൂയ പറഞ്ഞാൽ മതി, നമ്മുടെ അസ്ഥികളും ബലപ്പെടും, അടുത്തിരിക്കുന്നവൻ്റെ അസ്ഥിയും ബലപ്പെടും. നമ്മൾ ഒരുമിച്ച് ഒരു ആർമിയായി ഈ ദേശത്തിൽ, പട്ടണത്തിൽ ദൈവം നമ്മളെ ഉയർത്തും. എത്ര പേര് വിശ്വസിക്കുന്നവണ്ട്? അവരെ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിൻ്റെ വരിക്കകത്ത് ഒരു ആഗ്രഹമുള്ളത്, ഞാൻ അവിടെ വന്നിട്ട് നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് ഹല്ലേലൂയ ഹാവിങ് ഫെലോഷിപ്പ് വിത്ത് ടുഗദർ സോ ദാറ്റ് ഐ വിൽ ഓൾസോ ഗെറ്റ് കംഫോർട്ട്. ഹല്ലേലൂയ, നിങ്ങളോടൊപ്പം ഉള്ള ആ വിശ്വാസത്താലുള്ള ആ കംഫോർട്ട് ലഭിക്കണം. അപ്പോൾ പൗലോസിനും ആ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ആശ്വാസം ലഭിക്കുക. 2, ആത്മീയ പ്രദർശനം നൽകപ്പെടുക. ഞാൻ ഒരു 2-3 കാര്യങ്ങൾ ഒന്ന് വായിക്കാം. പ്രോവേർബ്സിൻ്റെ പുസ്തകം, സദൃശവാക്യം 27-ാം അധ്യായം, അതിൻ്റെ 17-ാം വാക്യം. നിങ്ങളത് എഴുതിയെടുക്കുന്നുണ്ടല്ലോ എന്ന് പ്രതീക്ഷിക്കുക. അപ്പം പരസ്പരം അനുഗ്രഹമായി മാറണം, പരസ്പരം നന്മയായി മാറണം, പരസ്പരം എൻകറേജ്മെൻ്റായി മാറണം. അപ്പം 3 കാര്യങ്ങളാണ് പ്രാർത്ഥന മുഖാന്തരം നമ്മൾ ഒരുക്കപ്പെടേണ്ടത്. അല്ല എന്ത് ചെയ്യണം? നമ്മൾ അന്യോന്യം എന്ത് ചെയ്യണം? അനുഗ്രഹമായി തീരണം, അല്ലേ? പരസ്പരം എന്ത് ചെയ്യണം? നന്മയായി തീരണം. പരസ്പരം എന്ത് ചെയ്യണം? എൻകറേജ്ഡ് ആയി മാറണം. അപ്പോൾ സദൃശവാക്യം 27-ന്റെ 17 ഒന്ന് വായിക്കാമോ? ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. അപ്പം ഇരുമ്പ് ഇരുമ്പിന് എന്ത് ചെയ്തു? മൂർച്ച കൊടുത്തു. അടുത്ത വാക്യം, മനുഷ്യൻ. അപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പരമ ഉദ്ദേശം എന്താ? അടുത്ത മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ നമ്മൾ മൂർച്ച ഉള്ളവരായി ഉപയോഗിക്കപ്പെടണം. അതിന് എവിടെ മൂർച്ച കൂട്ടുന്ന സ്ഥലമാണ്? ഫെലോഷിപ്പ്, കൂട്ടായ്മ, പ്രാർത്ഥന. ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? ആരാധന. ഇതെല്ലാം സംഭവിക്കുന്നത് എന്താ?
മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ മനുഷ്യനെ എന്ത് ചെയ്യുന്നു? മൂർച്ച കൂട്ടണം. അപ്പം ദൈവത്തിൻ്റെ പരമ ഉദ്ദേശം എന്താണ്? നമ്മൾ മറ്റുള്ളവരെ മൂർച്ച കൂട്ടണം. അവരുടെ കത്തിയെ എന്ത് ചെയ്യരുത്? ഒടിച്ചു കളയരുത്, മൂർച്ചയില്ലാതാക്കി കളയരുത്. ചില കത്തികൾ മരത്തെ വെട്ടേണ്ട കത്തിയുണ്ട് അല്ലേ, കായ്കറികൾ ഇറക്കേണ്ട കത്തിയുണ്ട് അല്ലേ. ഇത് രണ്ടും കറിക്ക് ഉപയോഗിക്കുന്ന കത്തി എടുത്ത് മരത്തിന് വെട്ടി എന്ത് സംഭവിക്കും? അതിൻ്റെ വാഴത്തല ഒടിഞ്ഞു പോവും. പിന്നെ അത് ഇനി നിങ്ങൾ എത്ര ഇട്ടോ ഉരച്ചാലും ദാറ്റ് ഷേപ്പ് വിൽ ഗോൺ, റൈറ്റ് അല്ലേ. പിന്നെ അത് മൂർച്ച വരുത്തില്ല അല്ലേ. അപ്പം മരത്തിനിട്ട് വെത്തുന്ന കോടാലിയുണ്ട്, വീട്ടിൽ ഉപയോഗിക്കേണ്ട കത്തിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾക്ക് ഡിഫറെൻ്റ് കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുക. അപ്പം ഇതിന് മൂർച്ച വരുത്തുന്നത് അന്യോന്യമായിരിക്കണം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? ഈ വാക്ക് എപ്പോൾ പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വി മസ്റ്റ് ബി കോഷ്യസ്, വി മസ്റ്റ് ബി ആ തോട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ഭരിക്കട്ടെ. എൻ്റെ ഒരു ചെറിയ വാക്ക്, എൻ്റെ ഒരു ചെറിയ സ്തോത്രം, എൻ്റെ ഒരു ചെറിയ നോട്ടം, എൻ്റെ ചെറിയ ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവരെ കെടുത്തിക്കളയുന്നതാണ്. പറഞ്ഞു മനസ്സിലായോ? ഇതൊക്കെ എന്ത് ചെയ്യുക? കെടുത്തിക്കളയുക. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചേ, എത്രയോ പ്രാവശ്യം നമ്മൾ ആൾക്കാരെ കൈ കൊടുക്കാതെ ഇഗ്നോർ ചെയ്തു പോയിട്ടുണ്ട്. നമ്മളെ ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം നമ്മുടെ ചിന്തകളിൽ ചിന്താഭാരം ഉണ്ടായിട്ട് പലവിധ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും? ആൾക്കാരെ ഇഗ്നോർ ചെയ്തു പോകും. എന്നാൽ ദൈവവചനം പറയുന്നത് നമ്മൾ ഇന്ന് മുതൽ അത് നമ്മൾ എങ്ങനെ പരിഹരിക്കും? നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. എന്തിനാണ് നമ്മളിവിടെ വന്ന് ഒരുമിച്ച് ഇവിടെ കൂട്ടായ്മ ഇരിക്കുന്നത്? കൂട്ടായ്മ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടായിരിക്കണം, ഈ സഭയ്ക്ക് പ്രയോജനമുണ്ടായിരിക്കണം, ദൈവരാജ്യത്തിന് പ്രയോജനമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വീടുകളിലിരുന്ന് നമുക്ക് തിന്നാനും കുടിക്കാനും ടി വി ഒക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു, അവിടെ ഇരുന്നാൽ പോരായിരുന്നു. എത്രയോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പരമ ഉദ്ദേശം അന്യോന്യം നന്മയായി തീരണം, അന്യോന്യം മൂർച്ചയായി തീരണം, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം, ദൈവരാജ്യത്തിൽ എത്തണം, സ്വർഗത്തിൽ എത്തണം നമ്മൾ. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ പരമ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ അന്യോന്യം ഷേപ്പ് ചെയ്യുന്നവരായിരിക്കണം. എനിക്കൊരു പക്ഷേ എൻ്റെ ഷേപ്പ് അറിയത്തില്ല അല്ലേ, എനിക്ക് എൻ്റെ ടാലൻ്റ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വീക്ക്നെസ്, എൻ്റെ ഇടപാട് കൊണ്ട്, എന്നോട് സംസാരിക്കുന്ന ഇടപാട് കൊണ്ട് വീക്ക്നെസ് അറിയാം, സ്ട്രെങ്ത്തും അറിയാം. അത് കണ്ടുപിടിക്കുന്നത് വിശ്വാസികളാണ്, അത് കണ്ടുപിടിക്കുന്ന സഹോദരങ്ങളാ, സഹോദരിയാ. അപ്പോൾ ഒരു കുറ്റം പറഞ്ഞാൽ, ഒരു കുറ്റമല്ല, ഒരു കുറവ് പറഞ്ഞാൽ അത് ഹല്ലേലൂയ, അത് കുറ്റമായി കാണാതെ ഇത് എന്നെ ഷേപ്പ് ചെയ്യാനുള്ള ദൈവം കൊടുത്ത കൃപയാ എൻ്റെ സഹോദരൻ എന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പ്രാർത്ഥന മുതൽ അത് ഷേപ്പൺ ചെയ്യണം, അത് ഷാർപ്പാക്കി മാറ്റണം, നിൻ്റെ വീക്ക്നെസ്സസിനെ സ്ട്രോങ് ആക്കി ആക്കണം. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പറഞ്ഞത്, ലെറ്റ് ദ വീക്ക് സേസ് സ്ട്രോങ്, ലെറ്റ് ദ പുവർ സേസ് ഐ ആം റിച്ച്. ഏതല്ല? കർത്താവിൽ. അല്ലെങ്കിൽ എൻ്റെ ഈ കൂട്ടായ്മയിൽ എൻ്റെ വീക്ക്നെസ്സസ് മാറുന്നത് എൻ്റെ ഈ കൂട്ടായ്മയില, എൻ്റെ ബലഹീനത മാറുന്നത് ഈ കൂട്ടായ്മയില, ഞാൻ ഷാർപ്പനാകുന്നത് ഈ ഫെലോഷിപ്പില. നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകട്ടെ. ഈ വചനപ്രകാരം ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സമർപ്പിക്കുന്നു. നമ്മുടെ ഈഗോ നമ്മളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈഗോവിനെ ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? ദൈവം ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക, മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ വീക്ക്നെസ് എൻ്റെ അടുത്തിരിക്കുന്ന വിശ്വാസിക്ക് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ സഭവിശ്വാസികൾക്ക് അറിയത്തുള്ളൂ. അവർ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ശുഭിതനാകരുത്. നോ, ഐ വോണ്ട് എഗ്രി. നീ ആരെ എന്നെ പഠിപ്പിക്കാൻ എന്നൊന്നും പറയാതെ യെസ് എവിടെയാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. പൗലോസ് ഇത് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്ന് കുത്തിയിരുന്ന് ലേഖനം എഴുതിയാന്നാ വിട്ടോന്നല്ല, അവർക്ക് വേണ്ടി എപ്പോഴും ഇടവിടാതെ. ചിലർ കുറ്റം മാത്രം പറയത്തുള്ളൂ, അത് കണ്ടുപിടിക്കാൻ ഭയങ്കര സ്മാർട്ടാ. എന്നിട്ട് 10 പേരോട് പറയാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും അവൻ ആ പ്രോബ്ലം. അതല്ല പൗലോസിൻ്റെ ആ സ്വഭാവത്തിലേക്ക് എപ്പോഴും ഇടവിടാതെ അവർക്ക് വേണ്ടി കർത്താവേ, അവൻ അത് ശരിയാകുന്നത് വരെ, അത് ഷാർപ്പനാകുന്നത് വരെ, ആ വീക്ക്നെസ് സ്ട്രോങ്നെസ് ആയി മാറുന്നത് വരെ, അതിനെ മറികടക്കുന്നത് വരെ, ആ പാപത്തെ, ആ വിഷയത്തെ, ആ ബാരിയറിനെ, ആ മൗണ്ടനെ ഓവർകം ചെയ്യുന്നത് വരെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എത്ര പേർക്ക് അല്ലെങ്കിൽ ഈ വചനത്തോട് കയറി പിടിക്കാൻ കഴിയുന്നുണ്ട്? അവർ പറഞ്ഞാട്ടെ ഒരു സ്തോത്രം, ദൈവമേ എന്നെ ഒന്ന് ആക്കി തീർക്കണം. അതുപോലെ പൗലോസ് അങ്ങനെയായിരുന്നു. അല്ല ഒരു കുറേ ലേഖനം 14 ലേഖനം എഴുതിയിട്ട് പ്രോബ്ലം എല്ലാം കാണിച്ചിട്ട് താനങ്ങ് മിടുക്കനാവുമല്ല, അവിടെ ഇടവിടാതെ പ്രാർത്ഥിക്കും. അപ്പോൾ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, പൗലോസിന് ഈ പ്രാർത്ഥന ആവശ്യമായിരുന്നു.
ഞാൻ ആരംഭിച്ചപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു. റോമാലേഖനത്തിൽ നിന്ന് പുറത്തുനിന്ന് ചില വാക്യങ്ങൾ നിങ്ങൾ എടുത്തു കാണിച്ചു. എന്നാൽ റോമാലേഖനം തുടങ്ങുമ്പോൾ നമ്മൾ റോമാലേഖനത്തിനകത്തും തന്നെ ലെറ്റ് മീ ടേക്ക് സം വേഴ്സസ് ഫ്രം ഇൻസൈഡ് ദ റോമൻസ്. അല്ലെങ്കിൽ പൗലോസിനും പ്രാർത്ഥന ആവശ്യമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നമുക്കും മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യം. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പോരാടണം എന്ന്. ആമേൻ. നിങ്ങളും എന്നോട് കൂടെ എങ്ങനെ പോരാടണം? പ്രാർത്ഥനയിൽ. ആർക്കു വേണ്ടി? പൗലോസ് പറയാം, ഞാൻ എല്ലാം തികഞ്ഞവനാ, ഞാൻ അപ്പോസ്തലനാ, ഒത്തിരി വീര്യപ്രവൃത്തി ചെയ്തവനാ, ഒത്തിരി അടുത്ത് പ്രസംഗിച്ചിട്ട്, ഒത്തിരി പരസ്യയോഗം ചെയ്തവനാ, ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു, ഒത്തിരി വിടുതൽ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമില്ലെന്നാണോ പറഞ്ഞത്? നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടൊപ്പം എൻ്റെ മനം കണ്ടോ? അപ്പൊ പൗലോസിന്റെ ആഗ്രഹം എന്തുവാ? മനസ്സ് കിടക്കണം. നമ്മൾ ഈ ഭാരങ്ങളെല്ലാം എടുത്തോണ്ട് ഈ യോഗത്തിൽ വരുന്നത് എന്തിനാ? ഇതിനേക്കാൾ ഇരട്ടി ഭാരത്തോടെ ചിലർ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ. ഇതെല്ലാം ഇറക്കി വെച്ച് നമ്മുടെ തമ്മിലുള്ള മനം തണക്കാൻ വേണ്ടിയാ. നമ്മുടെ ചിലർ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ എന്തോ 50 കിലോ ലോഡ് തോളലിരിക്കുന്നു പോലെ നടക്കുന്ന പോലെ അല്ല. ഈ ഭാരമെല്ലാം ഇറക്കി വെച്ച് അന്യോന്യം മനസ്സ് തണക്കാൻ വേണ്ടിയാ ഈ കൂട്ടായ്മ. മനസ്സ് തണുപ്പിക്കുന്നവരായി തീർന്നിട്ടുണ്ടോ? ഒന്ന് ആത്മപരിശോധന ചെയ്യണം. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അന്യോന്യം പ്രാർത്ഥനയിൽ ആരംഭിക്കേണ്ടത്. അപ്പൊ പൗലോസ് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങളുടെ അടുക്ക വന്നിട്ട് എൻ്റെ മനസ്സും തണക്കാൻ, നിങ്ങളാൽ എനിക്കും ആശ്വാസം ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ പോരാടണം. ഈ പോരാട്ടം എന്ന വാക്ക് വരുന്നത് എപ്പോഴാ? യുദ്ധഭൂമിയില അല്ലേ? അല്ലെങ്കിൽ പോരാടേണ്ട കാര്യമുണ്ടോ? അപ്പം പ്രാർത്ഥനയിൽ എന്തോ ഉണ്ട്? ആ വാക്ക് നിങ്ങൾക്ക് വിട്ടുതരിക. അപ്പം അത് പിന്നെ നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥനയിൽ എന്തുണ്ട്? ഒരു പോരാട്ടം നടക്കുക. ആത്മതലത്തിൽ ഒരു പോരാട്ടം. ആ വ്യക്തിക്ക് ഇടിവിൽ നിന്നുള്ള പോരാട്ടം, ആ സഭയ്ക്ക് ഇടിവിൽ നിന്നുള്ള പോരാട്ടം, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം നിലനിൽക്കാൻ വേണ്ടി പോരാട്ടം, അവരുടെ വിശ്വാസം പതറിപ്പോകാതെ കർത്താവെ അവനെ കാത്തുകൊള്ളണം, തിമത്യോസിനെ കാത്തുകൊള്ളണം, കർത്താവെ എപ്പപ്രാസിനെ കാത്തുകൊള്ളണം, സഭയെ കാത്തുകൊള്ളണം എന്ന് ഇടിവിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന. ഇന്ന് പകൽ അങ്ങനെ ആത്മാവുള്ളവർ എഴുന്നേൽക്കട്ടെ ദൈവസഭയ്ക്കകത്ത്. അല്ലെങ്കിൽ ടാരി മീറ്റിങ്ങുകൾ, ചെയിൻ പേറുകൾ ഇതിൻ്റെ ആരംഭം കുറിക്കട്ടെ. നമ്മൾ വരും ദിവസങ്ങൾ ഇടിവിൽ നിൽക്കുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, വ്യക്തികൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? റോമൻ സഭ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, അവിടെ നിൽക്കുന്ന പൗലോസും അനുഗ്രഹിക്കപ്പെടുകയാണ്. പൗലോസിന്റെ മനസ്സും ഹല്ലേലൂയ എന്നാൽ തണുത്തുകൊണ്ടിരിക്കുക. പൗലോസിന്റെ വിഷയത്തിലും വിടുതൽ നടക്കുക. ഇന്ന് പകൽ നമ്മൾ അന്യോന്യം ഷാർപ്പൻ ചെയ്യുന്നവരായി മാറണം. അപ്പം പൗലോസ് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നിങ്ങളും എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ പരസ്പരം പ്രാർത്ഥനയുടെ കൂടിച്ചേരലുകളാണ് ഫെലോഷിപ്പ്. ഇപ്പൊ ഫെലോഷിപ്പിന്റെ ഒരു അർത്ഥം മനസ്സിലായോ? 2 പ്രാർത്ഥനകൾ തമ്മിൽ കൂടിച്ചേരുന്നതാണ് ഫെലോഷിപ്പ്. നമ്മൾ ഭവനങ്ങളിലിരുന്ന് അന്യോന്യം പ്രാർത്ഥിക്കുക. ഒരാഴ്ച ഒരു വ്യക്തിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരു ഞായറാഴ്ച ഒരു സഭായോഗത്തിന് ഏതെങ്കിലും കൂട്ടായ്മയ്ക്ക് കൂടി വരുമ്പോൾ ആ കൂടിച്ചേരലിന് പറയാണ് കൂട്ടായ്മ. ആത്മബന്ധമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, പ്രാർത്ഥന കണക്ഷൻസ് ഇല്ലാതെ നമ്മൾ വന്നുകൂടുന്നതിനെ അതിനെ അല്ലെങ്കിൽ കമ്മിറ്റി എന്നോ ഓർഗനൈസേഷൻ എന്നോ അല്ലെങ്കിൽ എന്താ കോൺസേർട്ട് എന്നോ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ വിളിക്കാം. അതിനെ ഒരിക്കലും ഈ ദൈവവചനപ്രകാരം ഒരു ഫെലോഷിപ്പായിട്ട് നമുക്കത് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മൾ വന്നിരിക്കുന്ന കോൺസേർട്ടിലാണോ? നമ്മൾ വന്നിരിക്കുന്നത് എന്തോ ഒരു അല്ലെങ്കിൽ സിനിമ ഹാളിൽ എന്തോ പിക്ചർ കാണാൻ വന്നിരിക്കുന്നതാണോ? അതോ എന്തോ നാടകം കാണുന്ന ഭാവത്തോടെ കേട്ടിരിക്കാൻ വന്നിരിക്കുന്നതാണോ? എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അടുത്തിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയെങ്കിലും സഭയ്ക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുമിച്ച് കൂടി വരുന്ന കൂട്ടായ്മയ്ക്ക് കൂടുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേര് കൂട്ടായ്മ.
അവിടെയാണ് മനസ്സുകൾ ഷാർപ്പൻ ചെയ്യപ്പെടുന്നത്. അവിടെയാണ് വീക്ക്നെസ്സസ് മാറി സ്ട്രെങ്ത് ആയി മാറുന്നത്. അവിടെയാണ് ഷാർപ്പണിങ് ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. കുറവുകൾ കണ്ടുപിടിച്ച് വ്യക്തികൾ ഷാർപ്പണായി മാറുന്നത്, തിരിച്ചു പോകുമ്പോൾ മനസ്സ് തണുക്കുന്നത്, ഭാരം ഒഴിഞ്ഞവരായി വിടുതൽ പ്രാപിച്ച് ആരോഗ്യം പ്രാപിച്ച് രോഗശാന്തി ഉണ്ടാകുന്നത്, അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്ന കൂട്ടായ്മയ്ക്കകത്ത് എന്താ സംഭവിക്കുന്നത് അതുകൂടെ ഒന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം വേഗത്തിൽ പോകുന്നു. 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, നമ്മൾ മുമ്പേ കേട്ടു, എനിക്കും നിങ്ങളോട് കൂടെ എനിക്കും എന്ത് ചെയ്യണം? ആശ്വാസം ലഭിക്കണം. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ കൂട്ടായ്മയ്ക്കകത്ത് ഇങ്ങനെ വരുന്ന കൂടിവരവിനകത്ത് എന്തോ സംഭവിക്കും മോനെ? ആശ്വാസം ലഭിക്കും. രണ്ടാമത്തെ കാര്യം എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. 11-ാം വാക്യം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മികവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. അപ്പം ഇനി രണ്ടാമത്തെ കാര്യമാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഈ എഴുതുന്ന എന്തിനാണെന്നറിയാമോ? ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ക്വിസുണ്ട്. അതിനൊരാളെ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പം വേറെ ആൾക്കാരെയൊക്കെ ഏർപ്പെടുത്തിയെന്നിരിക്കും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ക്വിസുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ബുക്ക് കൊണ്ടുവന്നവരൊന്ന് പൊക്കി ഇപ്പോഴാണ് ഓർത്ത്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്റർ ഇന്ന് തീർച്ചയായിട്ടും ചോദിക്കണം, കാരണം അദ്ദേഹം ഇന്ന് ബുക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നോക്കട്ടെ, പറഞ്ഞ ആൾ ബുക്ക് കൊണ്ടുപോയിട്ടാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പൈസ കൊടുത്തിട്ട് പോകണേ, അതിനെങ്കിലും വിശ്വസ്ത കാണിക്കണേ. ദൈവം സഹായിച്ചു. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്ലസ് പൈസ കൊടുത്തിട്ട് പോകണം. $5. കഴിഞ്ഞ ആഴ്ച കൊടുക്കാത്തവരാരൊക്കെ ഉണ്ട്? കൊടുത്തിട്ട് പോകണം. ഓരോ ഞായറാഴ്ചയും ബുക്ക് കൊണ്ടുവരാത്തവർ $5 ദയവായി പ്ലീസ്. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. ഏറ്റവും ഒടുവിൽ ആ പൈസ എല്ലാം കളക്ട് ചെയ്ത് നമ്മളൊരു ലവ് ഫീസ്റ്റ് ചെയ്യും. കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അപ്പം അതെങ്കിലും പ്രയോജനമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആർക്ക് കൊടുക്കണോ? അത് വലിയൊരു ചോദ്യം. ആർക്കാ കൊടുക്കാൻ പറ്റിയത്? ബുക്ക് കൊണ്ടുവരുന്ന ആരാ? ഈ 3 ഞായറാഴ്ച ബുക്ക് കൊണ്ടുവന്നവരാരൊക്കെ ഉണ്ട്? ജസ്റ്റ് ഒന്ന്. നമ്മുടെ അക്സ ചാക്കോയ്ക്ക് കൊടുത്താൽ മതി. അക്സ ചാക്കോയ്ക്കും പ്രവീൺ ബ്രദറിനും കൊടുക്കുക. അവർ ആ കീപ്പ് ചെയ്തോളും. $5 വാങ്ങിച്ചു. നിങ്ങളുടെ ചുമതല കേട്ടോ. വന്നിട്ടില്ലാത്തവരെന്ന്, ബുക്ക് കൊണ്ടുവരാത്തവരെന്ന് വാങ്ങിച്ചോ. ഇനി ആബ്സെൻ്റ് ആയവരെന്നും വാങ്ങിച്ചോ, കുഴപ്പമില്ല. അങ്ങനെയെങ്കിലും പിരിവ് നടക്കട്ടെ, സഭയ്ക്കെങ്കിലും ഗുണമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് മുടക്കം പറയുന്നവരുണ്ട്. അതൊക്കെ റോങ് ആകട്ടോ. ദൈവസഭയും ദേവദാസനെ അറിയിക്കാതൊക്കെ പോകുന്നത് വളരെ റോങ് ആണ്. അപ്പം ഇങ്ങനെ വന്നിട്ടില്ലാത്തവരുടെ ഒന്നും പിരിച്ചോ, കുഴപ്പമില്ല. അവർ എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാൽ $5 തന്നേരം, കുഴപ്പമില്ല, ഞാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് $5 വാങ്ങിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇവിടെ പറഞ്ഞു വന്നത്, 1 ആശ്വാസം ലഭിക്കും, 2 എന്ത് ചെയ്യും? ആത്മീക വരം ഉണ്ടാവും. അപ്പം ഞാൻ അവിടെ വന്നാൽ സ്പിരിച്വൽ ഇമ്പാർട്ടേഷൻസ് നിങ്ങളുടെ ഒപ്പം നിന്നാൽ നിങ്ങളിൽ നിന്ന് എനിക്കൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. അപ്പം ഈ പ്രാർത്ഥനയ്ക്കകത്ത്, ഇങ്ങനെ കൂടി വരുന്ന പ്രാർത്ഥനയ്ക്കകത്ത് എന്തോ ഉണ്ടാവും? സ്പിരിച്വൽ ഇമ്പാർട്ടേഷൻസ് നടക്കും. എന്താണ് സ്പിരിച്വൽ? ആത്മാവിൻ്റെ പ്രദർശനം ഉണ്ടാകും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആത്മാവിൻ്റെ പ്രദർശനം ഏതെല്ലാം തലത്തിലുണ്ടാകും? 1 ആന്തരിക തലത്തിലുണ്ടാകും, 2 ബാഹ്യമായ തലത്തിലുണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില ചങ്ങലകൾ പൊട്ടും, ചില രോഗബന്ധനങ്ങൾ അഴിയും. ജോലി ഇല്ലാത്തവർക്ക് ആ തത്സമയം ദൈവം ജോലി നൽകും. അല്ലെങ്കിൽ ചിലവർക്ക് ഹല്ലേലൂയ വഴികൾ കർത്താവ് അവിടെ തുറക്കപ്പെടും. അപ്പം ആരാധനാലയങ്ങൾ, കൂട്ടായ്മകളാണ് ഈ വിടുതൽ നടക്കുന്നത്. ഇപ്പം ഈ കൂട്ടായ്മയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? കൂട്ടായ്മയിൽ മുടങ്ങാതെ അത് ദാഹത്തോടെ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മനം തണുത്ത് മടങ്ങിപ്പോകുവാനിടയായിത്തീരും. നിങ്ങളുടെ രോഗബന്ധനങ്ങൾ അഴിയുവാനിടയാകും. സാത്താൻ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയും. അല്ലെങ്കിൽ സാത്താൻ നിങ്ങൾക്ക് മുമ്പായി കുഴിച്ചു വെച്ചിരിക്കുന്ന കുഴികൾ നികന്നു മാറുവാനിടയായിത്തീരും. ഇന്ന് പകൽ സകല രോഗബാധകളും അടിയട്ടെ. നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത്, നമ്മുടെ പാട്ടിനകത്ത്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത്, നമ്മുടെ വചനധ്യാനത്തിനകത്ത് അല്ലെങ്കിൽ രോഗികൾ സൗഖ്യമാകട്ടെ, ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ, അവർക്ക് വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോൾ, ഒരുമിച്ച് കൂടി വരുമ്പോൾ, ഒരുമിച്ച് സ്തോത്രം പറയുമ്പോൾ, ഒരുമിച്ച് നമ്മൾ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ നമ്മൾ അന്യോന്യം വിടുവിക്കപ്പെടുക. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ഈ ഫെലോഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മനസ്സ് തണുക്കുക മാത്രമല്ല, ആത്മീയ വരം. നിങ്ങൾക്ക് പാടാനുള്ള കൃപയിൽ പാടുമ്പോൾ ഹല്ലേലൂയ ചില ദുരാത്മാക്കൾ മാറിപ്പോകും, രോഗാത്മാക്കൾ മാറിപ്പോകും.
മാറിപ്പോകും. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അപ്പോസ്റ്റൽഷിപ്പ് ഹല്ലേലൂയ അത് ഉപയോഗിക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള വരം, ഹല്ലേലൂയ ഉപദേശിക്കാനുള്ള വരം, ഹല്ലേലൂയ ഹല്ലേലൂയ മീഡിയയ്ക്കുള്ള വരം, നിങ്ങൾ പാവരിക്കാനുള്ള വരം, അല്ലെ ഇതെല്ലാം ഈ കൂട്ടായ്മയിൽ ആലയത്തിൽ കൂട്ടായ്മയുടെ ബന്ധത്തിൽ ചെയ്യുമ്പോൾ അത് വിടുതലായി മാറുകയാണ്. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിടുതലിൻ്റെ അധികാരം എവിടെ കിടക്കുന്നത്? വേർ ഇസ് ദ കീ? ഫെലോഷിപ്പിനകത്താണ്. ഈ ഫെലോഷിപ്പ് മുടങ്ങിയാൽ അന്നത്തെ വിടുതൽ നിങ്ങൾക്ക് പോയി. നിങ്ങൾ പിന്നെയും ബന്ധിക്കപ്പെടുക. അതല്ലേ 1-2 പ്രാവശ്യം മുടങ്ങിയവർക്ക് പിന്നെ വരാൻ താല്പര്യമില്ലാത്തതിൻ്റെ കാരണം എന്താ? നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല, അവർ ബന്ധിക്കപ്പെട്ട് ലോകത്തിൻ്റെ അടിമയായിപ്പോയി. പിന്നെ അവർക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. ഹൃദയവും മനസ്സും ഇത് അകന്നുപോയി. ഇത് കേൾക്കുന്നത് തന്നെ അരോചകമാണ്. അവരേതോ ഡിഫറെൻറ്റ് വേൾഡിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ തന്നെ ബന്ധിക്കപ്പെട്ടവ സ്ലൈറ്റ്ലി പിശാച് ശിംശോനെ ബന്ധിച്ചതുപോലെ, ഫെലിസ്ത്യൻ ശിംശോനെ ബന്ധിച്ചത് കണ്ണങ്ങ് കുഴിച്ചു കളയും. പിന്നെ ഒരിക്കലും കാണാതെ വേണം അവരോടൊപ്പം മരണമടയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും നമുക്ക് നന്മ കിട്ടത്തില്ല, അവിടെയും നമുക്ക് കയറാനും പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടിയോ? നമ്മൾ ഒരുമിച്ച് വരും ദിവസങ്ങൾ അതിന് ഉത്സാഹിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്ന്, ആശ്വാസം ലഭിക്കും, ആത്മീക വരത്തിൻ്റെ പ്രദർശനം നടക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ അല്ലെങ്കിൽ പ്രവചനം നടക്കും, വിവേചനപരം നടക്കും, വ്യാഖ്യാനം നടക്കും, പ്രസംഗം നടക്കും, രോഗശാന്തി വരം നടക്കും, ദർശനമുണ്ടാകും, വെളിപ്പാടുകൾ കർത്താവ് നൽകും. അപ്പം വ്യക്തിപരമായ വിഷയം സഭയുടെ വിഷയത്തിലും എന്തുണ്ടാകും? ആ കൂട്ടായ്മയിൽ വിടുതലുണ്ടായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇനി 2, പ്രാർത്ഥനയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തതുപോലെ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ഇഷ്ടം. ഒന്ന് കൂട്ടായ്മയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി പ്രാർത്ഥനയ്ക്കകത്ത് എന്തോ ഉണ്ടാവും? ദൈവ ഇഷ്ടം. എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, ഏത് സമയത്ത് പോകണം, എവിടെ പോയി വാതിൽ തുറക്കണം, മുട്ടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് എന്ത് ചെയ്യും? അല്ലെന്ന് പറയും. കാണുന്നിടത്തെല്ലാം മുട്ടേണ്ട ആവശ്യമില്ല. പ്രാർത്ഥന മുറിയിലിരിക്കുക. അല്ലെങ്കിൽ ഏലീശയ്ക്ക് പ്രാർത്ഥന മുറിയിൽ എന്ത് ചെയ്തു? ശത്രു സൈന്യത്തിനും രാജാവ് ഹൃദയത്തിൽ ചെന്ന് ശയനഗ്രഹത്തിൽ കട്ടിലേ കിടന്ന് ചിന്തിക്കുന്ന കാര്യം ഇവിടെ ഏലീശയ്ക്ക് വെളിപ്പെടുത്തു, അല്ലേ? ദർശനത്തിലൂടെ വെളിപ്പെടുത്തു, ആലോചനയിലൂടെ വെളിപ്പെടും, ദൈവവചനത്തിലൂടെ ദൈവ ഇഷ്ടം നമ്മളെ അറിയിക്കും. ഒരു വചനമായിരിക്കാം, ദൈവം നമ്മളോട് പറയും, ഒരു ആലോചന പറയും, ദൈവ ഇഷ്ടം അതിനകത്തുനിന്ന് വെളിപ്പെടും. അപ്പോൾ പ്രാർത്ഥനയിൽ എന്തുണ്ടാവും? ദൈവ ഇഷ്ടം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ഈ ദൈവ ഇഷ്ടം എങ്ങനെയാണ് വേറെ തരത്തിൽ പ്രാർത്ഥനാ മുറിയിൽ അറിയുന്നത്? ആത്മാവ് നമ്മളോട് സംസാരിക്കാം. ആ വാക്കൊന്ന് എടുക്കാം. അത് ഈ റോമാലേഖനത്തിൽ 8-ാം അധ്യായം 26-27 വാക്യങ്ങളൊന്ന് വായിക്കാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. വേണ്ടും പോലെ. ശ്രദ്ധിച്ചേ, നമുക്ക് എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? ഇദ്ദേഹത്തിന് വേണ്ടി, ഈ വിഷയത്തിന് വേണ്ടി, എൻ്റെ ഈ വിഷയത്തിന് വേണ്ടി കർത്താവ് എവിടെയാണ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്? എങ്ങനെയാണ് പ്രാർത്ഥിച്ചാലാണ് വിടുതൽ കിട്ടുന്നത്? നമുക്കറിയത്തില്ല. പക്ഷെ ആര് സഹായിക്കും? ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. വേണ്ടും പോലെ പ്രാർത്ഥിക്കണമെന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ആത്മാവ് നമുക്ക് എന്ത് ചെയ്യും? ഇനി അടുത്ത വാക്യം. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത, ആത്മാവ് താൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അതാ പറഞ്ഞേ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇന്റർസീഡ് ചെയ്യുന്നു, അല്ലേ? സ്പിരിറ്റ് ഹിംസെൽഫ് വിൽ ഇന്റർസീഡ് അസ്. അപ്പൊ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ അകത്തെ ആത്മാവിനെ ഉത്തേജിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പറയുന്ന വാക്കുകൾ നമ്മുടെ ബുദ്ധിയുടെ പ്രമാണമല്ല, ആത്മാവിൻ്റെ വാക്ക് പുറത്തു വരും. അത് കഴിഞ്ഞാൽ ഈ കുറേ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആത്മാവ് ടേക്ക് ഓവർ ചെയ്യും. ആത്മാവ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അറിയാത്ത പലരുടെയും വിഷയങ്ങൾ നമ്മുടെ നാവിലൂടെ കയറി വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആമേൻ. ആത്മാവുള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചവർക്ക് മനസ്സിലാകത്തുള്ളൂ. 5 മിനിറ്റ് 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത് വരെയും പ്രാർത്ഥനയിൽ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ തറയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവവുമായി ബന്ധപ്പെടുന്ന വ്യക്തികളുടെ ആത്മതലങ്ങൾ മാറുകയാണ്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഹല്ലേലൂയ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് തയ്യാറാക്കി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്നോ അങ്ങനെ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു അങ്ങനെ ആയിരിക്കാം പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. പക്ഷെ തുടങ്ങി കഴിയുമ്പോൾ, കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ ഉദ്യമിപ്പിച്ചു തുടങ്ങാൻ തുടങ്ങും. എന്നിട്ട് എന്തോ ചെയ്യും? അടുത്ത വാക്യം.
എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ആ. ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ദൈവഹിതപ്രകാരം എന്ത് ചെയ്യും? പക്ഷവാദം ചെയ്യും. Hallelujah. And he that searches the hearts knoweth what is the mind of the Spirit, because he maketh intercession for the saints according to the will of God. Amen. ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ ഒരാൾക്ക് പറയുന്നത് ചിലപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി ആയിരിക്കും ഒരാൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്നത്, അല്ലേ? ഇപ്പം എനിക്കൊരു പ്രയാസമുണ്ടായി, അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ പോയി ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ കർത്താവ് ആദ്യം പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ദേവദാസൻ്റെ രോഗത്തെ സൗഖ്യമാക്കണം. ഇങ്ങനെ മാനുഷികമായ രീതിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങും. കർത്താവെ ഏൽപ്പിക്കുന്ന നാഥ ഓരോ വാക്യങ്ങൾ ചിലപ്പോൾ എടുത്തയക്കാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പം പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉദ്യമിപ്പിക്കും. ആ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്ത് പെട്ടെന്ന് പ്രേർന്നു തരും ആ രോഗത്തിൻ്റെ പിന്നിലുള്ള കാരണം. മനസ്സിലായി? നമ്മൾ പറയുന്നത് എന്തോ ഒരു ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് ആയിരിക്കാം. പറഞ്ഞു മനസ്സിലായി? നാളെ അടുത്ത ആഴ്ച പോകുമ്പോൾ കർത്താവെ നാളെ പോകുമ്പോൾ ഹല്ലേലൂയ ആ രോഗസൗഖ്യം മാറുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് ദർശനം കണ്ടുകൊണ്ട്, അത് നല്ല കാര്യം. പക്ഷേ പരിശുദ്ധാത്മാവ് കൂടെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ആ രോഗത്തിൻ്റെ പിന്നിലെ കാര്യങ്ങളെ നമ്മളെ ഏൽപ്പിച്ചു തരും, നമുക്ക് മനസ്സിലാക്കി തരും. ഇന്ന വിഷയം കൊണ്ടാണ് ഈ ദേവദാസ് ഇങ്ങനെ രോഗം കിടക്കെ വന്നത്, ഇന്ന പിശാചിൻ്റെ തന്നം, ഇന്ന പേഴ്സണൽ കുറവുകൾ, പേഴ്സണൽ ബലഹീനതകൾ, വീക്ക്നെസ്, ഇതൊക്കെ ദൈവാത്മാവ് പറഞ്ഞു തരുന്നത് എന്തെന്നറിയാമോ? അവനെ കാണാനല്ല, ആ രീതി കാണാനല്ല, മറിച്ച് അതിനുവേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് അതിനെ ശാസിച്ച് മുമ്പേ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ അവരുടെ വിശ്വാസം കേട്ടപ്പോൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിനു വേണ്ടി അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്തു? ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇതായിരിക്കണം ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അങ്ങനെ കൈമാറാൻ തക്കവണ്ണം വിശ്വസ്തരായിട്ടുള്ള ദൈവമക്കളെ ദൈവം നോക്കുകയാ. നമ്മൾ ഓരോരുത്തരുമായി തീരട്ടെ. എല്ലാവർക്കും ഇത് വെളിപ്പാട് കിട്ടത്തില്ല, ഈ ദർശനം കിട്ടത്തില്ല, ഈ ആത്മതലം ദൈവം കൈമാറത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസ്തരായിട്ട് എന്ന് ദൈവം ഉറപ്പുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഈതം വെളിപ്പെടുത്തി അതിൻ്റെ പിന്നിലെ കാരണം വിവേചിച്ചറിഞ്ഞ് അതിനെ ശാസിക്കാൻ ദൈവം അധികാരം പകരത്തുള്ളൂ. അങ്ങനെ ഒരു സഭയായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ. നമുക്കൊന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവേ ദൈവമേ, അങ്ങ് എന്നെ വിശ്വസ്തനായിട്ട് കാണുന്നുണ്ടോ? ദൈവത്തിന് എന്തെങ്കിലും നമ്മളെ ഏൽപ്പിക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഇതുവരെ ഒരു വ്യക്തിയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, സഭയുടെ ഭാവിയെക്കുറിച്ച് നമ്മളോട് ഇതുവരെ സംസാരിച്ചതായി ആർക്കെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഇത് നമ്മുടെ പരാജയമാണ്. ദൈവദാസിയുടെയും കണ്ണിൽപ്പെടേണ്ട ദർശനമല്ല ദൈവസഭയെക്കുറിച്ച്, അടുത്തിരിക്കുന്ന വിശ്വാസിയെക്കുറിച്ച് എനിക്കുണ്ടാകണം ആ ദർശനം. എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വിട്ടുതരണം. ഇന്ന് പകൽ അങ്ങനെ വന്നിട്ടെങ്കിലെങ്കിൽ നമ്മൾ പരാജിതരാണ് ആത്മീക ജീവിതത്തിൽ. ദൈവം വിശ്വസ്തയോടെ കൈമാറാൻ, ചിലത് നമ്മളെ ഏൽപ്പിക്കാൻ നമ്മൾ വിശ്വസ്തരായി മാറണം. അതിന് നമുക്ക് പ്രാർത്ഥന ജീവിതം ആവശ്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് എത്ര പേർക്ക് ഈ സഭയെക്കുറിച്ചുള്ള ദർശനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? അടുത്തിരിക്കുന്ന വിശ്വാസിയെക്കുറിച്ചുള്ള ദർശനം കിട്ടിയിട്ടുണ്ട്? മൗനം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ദി ലോർഡ്. വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കൂടട്ടെ, സമയങ്ങൾ കൂടട്ടെ, ആത്മാവ് ഇൻ്റർസീഡ് ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ മാറട്ടെ. നമ്മൾ ഇൻ്റർസീഡ് എന്ന് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിയിൽ ആരംഭിച്ചു, ഓക്കെ, അത് നമ്മൾ ഇൻ്റർസീഡ് തുടങ്ങി ആത്മാവ് ഇൻ്റർസീഡ് ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ ആത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? പാട്ട് നിയന്ത്രിക്കുന്നത് നിങ്ങളാണോ? അതോ ഗിറ്റാർ വായിക്കുന്നവരാണോ പാട്ട് നിയന്ത്രിക്കുന്നതെങ്കിൽ ഇന്നും നമ്മൾ ആ തലത്തിൽ നിന്ന് ആത്മതലത്തിലേക്ക് മാറിയിട്ടില്ല. അല്ലെങ്കിൽ പ്രേയർ സെൽ നിയന്ത്രിക്കുന്നത് വ്യക്തികളാണോ? പ്രേയർ സബ്ജക്റ്റ് തീരുമാനിക്കുന്നത് വ്യക്തികളാണോ? ആ തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ വളർന്നിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകല് ഹല്ലേലൂയ സൺഡേ സ്കൂളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും വിളിച്ചു പറയട്ടെ, നമ്മൾ മാനുഷിക തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മതലത്തിലേക്ക് ഷിഫ്റ്റഡ് ആവണം. അത് പ്രാർത്ഥനയാൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പാടാറുണ്ട്, മുട്ടോളമല്ല അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മപ്രവാഹം. എന്താണ് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? എൻ്റെ ബുദ്ധിയുടെ പ്രമാണം മാറിയിട്ട് വിശുദ്ധന്മാർക്ക് വേണ്ടി ഇന്നത് പ്രാർത്ഥിക്കാൻ, ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, എപ്പോഴും പ്രാർത്ഥിപ്പാൻ അല്ലെങ്കിൽ ദൈവാത്മാവ് എന്നെ സജ്ജരാക്കുകയാണ്. അവിടെ നീ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നീ കെട്ടുന്നത് സ്വർഗത്തിൽ അടിയപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ ബന്ധിക്കുന്നത്
അഴിക്കുന്നത് സ്വർഗത്തിൽ ബന്ധപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. നിന്റെ കെട്ടുകളെ പൊട്ടുവെക്കാൻ ദൈവം നിന്റെ മേൽ അഭിഷേകം കൈമാറുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എൻ്റെ കെട്ടുകളെ പൊട്ടിക്കാൻ, എൻ്റെ സഹോദരന്മാരുടെ കെട്ടുകളെ പൊട്ടിക്കാൻ, എൻ്റെ സഭയുടെ മേലുള്ള പൈശാചിക തലങ്ങളെ പൊട്ടിക്കാൻ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണം. നീ നടക്കുമ്പോൾ ദൈവ പ്രവൃത്തി നടക്കുകയാണ്. നീ നടന്നു നീടുക്കുമ്പോൾ പിശാചു മാറിപ്പോകും. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനെതിരെ, വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ വിരൽ ചൊന്നിരിക്കുന്ന മരണവിധികൾ മാറ്റണമെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കട്ടെ ദൈവജനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളും യെരൂശലേമിലേക്കുള്ള കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ നിയമം ഒരു പേടിയല്ല. അവൻ ആ നിയമം വന്നപ്പോഴും ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മുറിയിൽ പോയി അല്ലെങ്കിൽ കിളിവാതിലുകൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സിംഹക്കുഴിയിൽ ഇട്ടപ്പോഴും അവന് പേടിക്കാനില്ലേ? കാരണം അവനറിയാം അവൻ സേവിച്ചു നിൽക്കുന്ന ദൈവം അവന് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്നത് ശക്തിയുണ്ട്, നിന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്, ഈ ഫെലോഷിപ്പിന് ശക്തിയുണ്ട്, ഈ കൂട്ടായ്മയ്ക്ക് ശക്തിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനാ വീര്യം, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ വരങ്ങൾ, അതിന് ശക്തിയുള്ളതാ. അതിന് മൂർച്ച കൂട്ടുവാൻ കഴിയും, ചിലതിനെ ഉടച്ചു കളയാൻ കഴിയും, ചില ബന്ധനങ്ങളെ അഴിക്കാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കേണ്ട സഭയ്ക്കകത്ത് വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഹല്ലേലൂയ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ദൈവജനം മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വന്നാട്ടെ, കൂട്ടായ്മയിലേക്ക് മടങ്ങി വന്നാട്ടെ, ദൈവിക ആരാധനയിലേക്ക് മടങ്ങി വന്നാട്ടെ. ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് ആലോചന അറിയിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുകയാ, എനിക്കും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. എന്തെന്നറിയാം? നിങ്ങളുടെ അടുത്ത് വന്ന് എൻ്റെ മനസ്സ് തകർക്കണമേ എന്ന് പറഞ്ഞാൽ യെരൂശലേമിലേക്ക് പോകുക. അവിശ്വാസികളെ ചിലർ കൂട്ടം കൂടിയിട്ടുണ്ട് എന്നെ തട്ടിക്കളയാൻ. എൻ്റെ മേളിൽ തലയ്ക്ക് മേളിൽ വാള് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ദൈവം ഒരു വശത്ത് പറഞ്ഞു നീ റോമിലെത്തുമെന്ന്. പക്ഷേ അല്ലെങ്കിൽ തലയ്ക്ക് മേളിൽ വാള്. ചിലരുടെ ബന്ധനങ്ങൾ ഇന്നും അഴിയാത്തത് എന്തെന്നറിയാമോ? ഈ പറയപ്പെട്ട അലൈൻമെന്റിലേക്ക് വന്നിട്ടില്ല. ഹല്ലേലൂയ. സഭയുടെ കൂട്ടായ്മയ്ക്കകത്ത് അത് വിടുതൽ വെച്ചേക്കുന്ന ദൈവം അത് തിരിച്ചറിയണം. ചില നന്മകൾ, ചില വിടുതലുകൾ ഈ കൂട്ടായ്മയ്ക്കകത്ത് ഇന്ന് മിസ്സായവരോട് എനിക്ക് ഖേദമാവുള്ളത്. ഇന്നായിരിക്കാം ഒരു പക്ഷേ നിന്റെ വിടുതൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കൂട്ടായ്മയും മുടക്കരുത്. ഹല്ലേലൂയ. ദൈവസഭ ചെറുതായിട്ട് കാണരുത്, സഭായോഗങ്ങളെ ലഘുവായിട്ട് കാണരുത്. കഴിഞ്ഞ ആഴ്ചകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച പലരും ഇവിടെ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഇടിവിൽ സഭ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നന്മ കിട്ടുമ്പോൾ പിശാചു പറയും അത് മുടക്കിക്കളയാൻ, അല്ലെങ്കിൽ കൂട്ടായ്മയെ മുടക്കിക്കളയാൻ, അല്ലെങ്കിൽ റോമ സഭയുമായിട്ടുള്ള കൂട്ടായ്മ മുടക്കിക്കളയാൻ പിശാചു വാദിച്ചു കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അവിശ്വാസികൾ പലരും പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നിന്റെ തലയ്ക്ക് മേൽ വാള് വെച്ചോണ്ടിരിക്കുക. അത് തിരിച്ചറിഞ്ഞ പൗലോസ് പറയുക, നിങ്ങൾ എനിക്ക് വേണ്ടി ആത്മാവിൽ പോരാടണം. ഓ, ഇന്ന് പകൽ നിന്റെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കാൻ ഈ സഭയ്ക്ക് കഴിയും, ഈ കൂട്ടായ്മയ്ക്ക് കഴിയും, നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും, നിന്റെ അന്യഭാഷയ്ക്ക് കഴിയും, നിന്റെ പ്രവചനത്തിന് കഴിയും, നിന്റെ പാട്ടിന് കഴിയും. യെസ്, നമ്മുടെ പാട്ടിന്റെ ഭാഷ മാറട്ടെ, പ്രാർത്ഥനയുടെ ഭാഷ മാറട്ടെ, ഹല്ലേലൂയ, പ്രസംഗത്തിന്റെ ഭാഷ മാറട്ടെ, പ്രബോധനത്തിന്റെ ഭാഷ മാറട്ടെ.